ഹലോ ഫ്രണ്ട്സ്, എങ്ങനെ ഒരു റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്ന റൂമിൻ്റെ വയറിങ് കാര്യങ്ങൾ എങ്ങനെ നീറ്റായിട്ട് നമുക്ക് ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ റൂമിലേക്ക് കയറി വരുന്ന ഒരു ഏരിയയാണ്. ആ റൂമിൻ്റെ കയറി വരുന്ന ഏരിയ നമ്മൾ ആദ്യമേ തന്നെ എൻട്രൻസിൻ്റെ സ്വിച്ച്, അതുപോലെ തന്നെ ബെഡിൻ്റെ ഏരിയ കറക്റ്റായിട്ട് നമ്മൾ ആദ്യമേ തന്നെ മാർക്ക് ചെയ്യണം. പിന്നെ വരുന്ന നമ്മുടെ ബെഡിൻ്റെ പൊസിഷൻ കാര്യങ്ങൾ എങ്ങനെയാണ് വേണ്ടത്, ബെഡ് എത്ര അടിയുടെ ബെഡാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്, അത് 6 അടി കോട്ടാണോ അല്ലെങ്കിൽ 5 അടിയാണ് വരുന്നത്, അതെല്ലാം ആദ്യമേ തന്നെ തീരുമാനിക്കണം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ എൻട്രൻസിൽ ഒതുക്കുന്ന സ്വിച്ച് ബോർഡ് കാര്യങ്ങളെല്ലാം നമ്മൾ കണക്ട് ചെയ്തു. അതായത് മെയിൻ സ്വിച്ച് ബോർഡ് 8 മോഡ്യൂളിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് നേരെ വരുന്നത് നമുക്ക് അതായത് ബെഡിൻ്റെ 2 സൈഡുകളിലായിട്ട് സ്വിച്ച് ബോർഡ് വയ്ക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അതായത് ബെഡിൻ്റെ ഇട്ടതിന് ശേഷം സൈഡ് ടേബിൾ നമ്മൾ കൊടുക്കുക 50 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ, 50 സെൻറ്റിമീറ്റർ നിങ്ങൾ സൈഡ് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഒരു 70 സെൻറ്റിമീറ്റർ ഹൈറ്റ്, അതായത് മുകളിൽ വരാവുന്ന രീതിയിലാണ് സ്വിച്ച് ബോർഡ് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 6 അടി വരുന്ന കട്ടിലാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം വീണ്ടും സൈഡിലൊരു സൈഡ് ടേബിൾ, 50 സെൻറ്റിമീറ്ററിൻ്റെ സൈഡ് ടേബിൾ, അതിൻ്റെ മുകളിൽ 70 സെൻറ്റിമീറ്റർ, അതായത് താഴെ നിന്ന് 70 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് ഈ പറയുന്ന ബോക്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സൈഡ് ടേബിളിൻ്റെ സെൻറ്ററിലായിരിക്കും ഈ ബോക്സ് വരുന്നത്. അപ്പോൾ 2 സൈഡ് ടേബിളിൻ്റെ സെൻറ്ററിലായിട്ട് ബോക്സുകൾ വരും, സ്വിച്ച് ബോർഡ് വരും. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ പറയുന്ന സൈഡ് ടേബിളിൻ്റെ സെൻറ്ററിലായിട്ട് കറക്റ്റ് നമ്മുടെ കട്ടിൽ വരും. അതിൻ്റെ മുകളിലായിട്ട് ഒരു ലൈറ്റ് പോയിൻറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്, ഒരു പിക്ചർ ലാമ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സീലിംഗ് ലൈറ്റ്സ് വേണമെങ്കിൽ സീലിംഗ് ലൈറ്റ്സ് നമുക്ക് കൊടുക്കാം. ഇനി അതല്ല ഫാൾ സീലിംഗ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു പൈപ്പ് മുകളിലേക്ക് പൊക്കി ക്ലിയർ ചെയ്തുക. അതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലുള്ളൂ, നമ്മൾ പണ്ട് ആണെങ്കിൽ ഫുൾ സീലിംഗ് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ആ ബെഡിൻ്റെ ഏരിയ മാത്രമാണ് ചിലപ്പോൾ സീലിംഗ് ചെയ്യുന്നത്. അപ്പോൾ സീലിങ്ങിൻ്റെ പൈപ്പ് നമ്മൾ ആദ്യമേ തന്നെ എവിടെയാണ് പൊക്കിയിടേണ്ടത് കറക്റ്റായിട്ട് നമ്മൾ തീരുമാനിക്കണം. എങ്ങനെയാണ് സീലിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ച് ആ ഏരിയയിലേക്ക് നമുക്കൊരു എക്സ്ട്രാ ഒരു പൈപ്പ്, ഒരു 20 mm പൈപ്പ് മുകളിലേക്ക് പൊക്കിയിടുക. പിന്നെ അതിൽ നിന്ന് നേരെ എൻട്രൻസിൽ നിന്ന് നേരെ വന്നു നമ്മുടെ ബാത്റൂമിൻ്റെ ഏരിയയിലേക്കാണ് വരുന്നത്. ബാത്റൂമിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ വരുന്ന സ്വിച്ച് ബോർഡ്, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ സ്വിച്ച് ബോർഡുകൾ നമ്മളിവിടെ എല്ലാം മെയിനെല്ലാം കൊടുക്കുന്നത് 130 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ നമ്മൾ താഴെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഡ്രസ്സിങ് ഏരിയയുടെ സൈഡിലായിട്ട് നമ്മളൊരു ഫുഡ് ലാമ്പിന് സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഫുഡ് ലാമ്പിന് ഒരു ലൈറ്റിന് വേണ്ടി 2 മോഡുകളുടെ ഒരു സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കൊടുക്കുന്നത് 25 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുക്കുന്നത്. നേരെ വന്നു അതിനുശേഷം ഡ്രസ്സിങ് ഏരിയയിൽ അത്യാവശ്യം വേണ്ടത് ഒരു മെയിനായിട്ട് വരുന്നത് ഒരു മിറർ വരുന്നുണ്ട്, മിറർ ലാമ്പ് വരുന്നുണ്ട്, ഒരു സ്വിച്ച് പ്ലഗ് വരുന്നുണ്ട്. മുകളിൽ വേണമെങ്കിൽ നമുക്കൊരു സീലിംഗ് ലൈറ്റ്സിന് വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ കൂടി കൊടുക്കാം. ഇനി അടുത്തതിന് സെക്ഷൻ വരുന്നത് നേരെ നമ്മുടെ ബാത്റൂമിൻ്റെ അകത്തേക്കാണ് വരുന്നത്. ബാത്റൂമിൻ്റെ അതായത് അകത്തെ ലൈറ്റ് കംപ്ലീറ്റ് നമുക്ക് ഈ പുറത്തെ ഡ്രസ്സിങ് ഏരിയയിൽ നിന്ന് ഇട്ടിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട്. അതായത് ബാത്റൂമിൻ്റെ ലൈറ്റ് നമുക്ക് പുറത്തുനിന്ന് ഇട്ടിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സ്വിച്ച് ബോർഡ് നമ്മൾ ഡ്രസ്സിങ് ഏരിയയിൽ തന്നെ സ്വിച്ച് ബോർഡ് കൊടുക്കുന്നതിൻ്റെ കൂടെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ ഒരു എക്സോസ്റ്റ് വരുന്നുണ്ട്, ഒരു മിറർ ലാമ്പ് വരുന്നുണ്ട്, ഹീറ്റർ ഓപ്ഷൻ വരുന്നുണ്ട്. ഇതെല്ലാം ബാത്റൂമിൻ്റെ അകത്ത് കൊടുത്താൽ മതി. ആ ഒരു ലൈറ്റ് മാത്രം, ബാത്റൂമിൻ്റെ അകത്തെ ലൈറ്റ് മാത്രം പുറത്ത് കൊടുത്ത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട്, അതൊരു എങ്ങനെയാണ് ഒരു ബെഡ്റൂമിനെ കുറിച്ചിട്ട് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.